ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളെ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമുക്കൊന്ന് പഠിച്ചു പോവാം. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 1993 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1993. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. നിലവിൽ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാര ജേതാവിന് ലഭിക്കുന്നത്. നിലവിലെ സമ്മാന തുക ചോദിച്ചാൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. നിലവിൽ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് 1 ലക്ഷം രൂപയായിരുന്നു. 1993 പുരസ്കാരം നൽകി തുടങ്ങുമ്പോൾ എത്രയായിരുന്നു? 1 ലക്ഷം രൂപയായിരുന്നു സമ്മാന തുക. എന്നാൽ 2011 മുതൽ അത് 1.5 ലക്ഷമായിട്ടും 2017 മുതൽ 5 ലക്ഷമായിട്ടും ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ 2017 മുതലാണ് 5 ലക്ഷം രൂപ സമ്മാന തുകയായിട്ട് നൽകി തുടങ്ങിയിട്ടുള്ളത്. പഠിച്ചു വെക്കുക. 1993 പുരസ്കാരം നൽകി തുടങ്ങുമ്പോൾ സമ്മാന തുക ചോദിച്ചാൽ 1 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് 2011 അത് എത്രയായി ഉയർത്തി? 1.5 ലക്ഷം രൂപയായിട്ടും പിന്നീട് 2017 അത് 5 ലക്ഷം രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാം പ്രധാന പുരസ്കാര ജേതാക്കൾ. അപ്പോൾ നമ്മൾ പഠിച്ചു 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ ജേതാവ് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. 1993 ജേതാവ് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ഇനി രണ്ടാമത്തെ ജേതാവ് ചോദിച്ചാൽ 1994 ജേതാവ് ചോദിച്ചാൽ തകഴി ശിവശങ്കര പിള്ളയാണ്. ഇനി 1995 ജേതാവ് ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. ആദ്യ വനിത പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത 1995 എഴുത്തച്ഛൻ പുരസ്കാരം ബാലാമണി അമ്മയ്ക്ക് ലഭിക്കുന്നത്. ഇനി ചോദിക്കാം മൂന്നാമത്തെ ജേതാവ്. ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ 1993 ആദ്യ ജേതാവ് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 1994 രണ്ടാമത്തെ ജേതാവ് ചോദിച്ചാൽ തകഴി ശിവശങ്കര പിള്ളയാണ്. 1995 മൂന്നാമത്തെ ജേതാവ് ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ബാലാമണി അമ്മയാണ്. ഇനി നമുക്കിത് കൃത്യമായി തന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അച്ഛൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം അല്ലെ. എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അച്ഛൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അച്ഛനാവുന്നത് എപ്പോഴാണ്? കുഞ്ഞ് ജനിച്ചാലാണ്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണല്ലോ അച്ഛനായി മാറുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ശൂരനാട് കുഞ്ഞൻ പിള്ള എന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ അച്ഛനായി മാറുന്നത് കുഞ്ഞു ജനിച്ചാലാണ്. അപ്പൊ ആദ്യ ജേതാവ് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് 28 നമ്മൾ എന്തിടും? ചരട് കെട്ടു അല്ലെ. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം തകിട് കെട്ടി. 28 തകിട് കെട്ടി. തകിട് എന്നതിൽ നിന്ന് തകഴി എന്നും കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോൾ കുഞ്ഞു ജനിച്ചപ്പോൾ അച്ഛനായി. കുഞ്ഞിന്റെ 28 എന്താണ്? തകിട് കെട്ടി. അപ്പോൾ രണ്ടാമത്തെ ജേതാവാണ് തകഴി. തകിട് എന്നതിൽ നിന്ന് തകഴി എന്നും കണക്ട് ചെയ്ത് വെക്കാം. ഇനി കുഞ്ഞിന് എന്ത് പേരിട്ടു? 28 തകിടൊക്കെ കെട്ടിക്കഴിഞ്ഞ് കുഞ്ഞിന് എന്ത് പേരിട്ടു? ബാലാമണി എന്നും പേരിട്ടു എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ആദ്യ ജേതാവ് ചോദിച്ചാൽ ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. രണ്ടാമത്തെ ജേതാവ് തകഴി ശിവശങ്കര പിള്ള. മൂന്നാമത്തെ ജേതാവ് ചോദിച്ചാൽ ബാലാമണി അമ്മയാണ്. അപ്പോൾ ഇത് മൂന്നും കൃത്യമായി പഠിച്ചല്ലോ.
ഇനി നോക്കാം 2023 ജേതാവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ SK വസന്തനാണ്. SK വസന്തനാണ് 2023 ജേതാവ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. NS മാധവനാണ് 2024 ജേതാവ്. 2025 ഏറ്റവും അവസാനമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപിള്ള. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. വസന്തത്തിൽ മാതളം കരിഞ്ഞു. വസന്തത്തിൽ മാതളം കരിഞ്ഞു എന്നോർത്താൽ വസന്തം എന്നതിൽ നിന്ന് വസന്തൻ SK വസന്തൻ കണക്ട് ചെയ്ത് വെക്കാലോ. മാതളം എന്നതിൽ നിന്ന് മാധവൻ എന്നും നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ വസന്തത്തിൽ മാതളം കരിഞ്ഞു. കരിഞ്ഞു എന്നതിൽ നിന്ന് ശങ്കര എന്നും കണക്ട് ചെയ്ത് വെച്ചൂടെ. KG ശങ്കരപിള്ള. 2025 ജേതാവ് ചോദിച്ചാൽ അത് KG ശങ്കരപിള്ളയാണ്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡായിരുന്നു വസന്തത്തിൽ മാതളം കരിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്